പോവാണ്. 3, 2, 1, ശ്രീവിദ്യ. രാവിലെ അവർ കൊണ്ടുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ ഇൻസ്ട്രക്ഷൻസ് ഒന്നുകൂടി പറയാം. രണ്ടുപേരോടും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അതിൽ ആപ്റ്റ് ആയിട്ടുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ഷൂസോ സാൻഡലോ റേസ് ചെയ്യുക. ഓക്കെ, ശ്രീവിദ്യ ആണെങ്കിൽ ശ്രീവിദ്യയുടെ സാൻഡൽ റേസ് ചെയ്യുക, രാഹുൽ ആണെങ്കിൽ രാഹുലിന്റെ ഷൂസ് റേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഷൂയിലോട്ട് മൂവ് ചെയ്യട്ടെ. യെസ്, ഓക്കെ. യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ഒരു ബെറ്റർ കുക്ക്? ഹു ഈസ് ദ ബെറ്റർ കുക്ക്? ഓക്കെ, ശ്രീവിദ്യ സേഫ് ആണ്. ഓക്കെ, നല്ല ലൈഫ് പാർട്ണറായിട്ട്. ഓക്കെ, രാഹുൽ തന്നെയാണ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ഒരു ഇമോഷണൽ പേഴ്സൺ? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഷോർട്ട് ടെമ്പർ? ഓക്കെ, നിങ്ങൾ ആരാണ് പിശുക്കൻ ഓർ പിശുക്കത്തി? നിങ്ങൾ ആരാണ് മടിയൻ ഓർ മടിച്ചി? നോ. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഫോൺ മാനിയാക്ക്? നോ വേ. ഒരിക്കലുമില്ല. ചിന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഗായ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാനായിട്ടാണ്? ആണെങ്കിൽ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, നിങ്ങൾ ആരാണ് വിശന്നാൽ ഞാൻ അല്ലാതെ ആകുന്നത്? ആൻസർ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അവർക്ക്. നിങ്ങൾ ആരാണ് ഒരു ബെറ്റർ സ്റ്റൈൽ സെൻസ് ഒക്കെ ഉള്ള ഒരാള്? ബെറ്റർ സ്റ്റൈൽ സെൻസ് ചിന്നു. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ട്രാവൽ ഹോൾ? ആൻസർ പറയരുത്. രണ്ടുപേരല്ല, പക്ഷെ ഒരുപാട് ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒന്നിച്ചുള്ള ഒരുപാട് ബ്ലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആരാണ് ബുദ്ധിയുള്ളത്? അത് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ആയി പോവല്ലേ? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ബാത്റൂം സിംഗർ, ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാള്? രാഹുൽ കമോൺ. ഇല്ല, രാഹുൽ കമോൺ. പാടില്ല. ശ്രീവിദ്യ ആൻഡ് രാഹുൽ, നിങ്ങളുടെ ആൻസർ പറഞ്ഞോ. നിങ്ങൾ ആരാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാള്? ഒരു ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞാൽ ആരും പറയും? ചിന്നുവാണ്. ഓക്കെ, അപ്പൊ യെസ്, ഇപ്പൊ രാഹുലിന്റെ ചിന്നു ഇപ്പൊ രാഹുലിന് വേണ്ടിയിട്ട് ഒരു 2 വരി ഡെഡിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. റെഡിയാണ്, അവര് റെഡിയാണ്. അപ്പൊ നമ്മള് വെയിറ്റിംഗ് ആണ്. പ്രാണനാഥിന് വേണ്ടിയിട്ട് ഒരു 2 വരി. അതെ, ഞാൻ ബാത്റൂം സിംഗറാണ്, പക്ഷെ പുള്ളി പാടും, പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എന്നാലും ഹസ്ബൻഡ് അല്ലേ, ഒരു 2 വരി പാടിക്കോ പ്ലീസ്. പാടട്ടാ, ഇല്ലെങ്കിൽ നിങ്ങളെന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകണേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? റെഡി ആയിട്ടുണ്ടോ? ഇല്ല, ചെറുപ്പം പിടിച്ചിരിക്കോ? പെട്ടെന്ന് ചോദിച്ചോളാം. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരിക്കലും ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാത്ത ഒരാള്? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയാൽ ആദ്യമേ ക്ഷമ പറയാറ്? ഓക്കെ, നിങ്ങൾ ആരാണ്
ഡേയ്സ് ലൈക്ക് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ മറക്കാൻ സാധ്യതയുള്ളത്. ശ്രീവിദ്യ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റി? എന്തോ പറയാനാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഇല്ല, എല്ലാ ആൻസറും അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാന്നതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം നിങ്ങളെ പറ്റി. അതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആരാണ് ഒരു റൊമാൻറ്റിക് പേഴ്സൺ? അപ്പൊ രാഹുൽ എഴുന്നേറ്റോ? യെസ്, അപ്പൊ രാഹുൽ എഴുന്നേറ്റോ? എഴുന്നേറ്റോ? ഇല്ല, രാഹുൽ എഴുന്നേറ്റോ? ഓക്കെ, അപ്പോ നമ്മുടെ ശ്രീവിദ്യനെ അടിപൊളിയായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, പ്രപ്പോസൽ സീനിലേക്കാണ് നമ്മൾ പോകുന്നത്. മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞപ്പോ രാഹുൽ ആണെന്ന് പറഞ്ഞു. സോ നമ്മുടെ ശ്രീവിദ്യനെ അടിപൊളിയായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രീവിദ്യയുടെ ബർത്ത്ഡേ ഡേ എന്നാണ് മാത്രം പറഞ്ഞാൽ മതി. മന്ത് ഏതാ? ജൂൺ. കറക്റ്റ് ആണോ? രാഹുലിന്റെ ജൂലൈ 17. ഓക്കെ, രാഹുലിന്റെ മൊബൈൽ നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് പറയുന്ന ബാക്കി തന്നെ. ഒരു മിനിറ്റ്, ആദ്യം മുതൽ എണ്ണി നോക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് പറയാൻ പറ്റുള്ളൂ. അത് എനിക്ക് 628. ഓക്കെ, ശരി. ശ്രീവിദ്യയുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് പറയണ്ട, ബാക്കി പറഞ്ഞു. ഫസ്റ്റ് തൊട്ടോട് പറയാം. 90616118. ഓക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് കൈകൂട്ടിയാൽ മതി. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ചോദിച്ചാളാന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം ചോദിക്കാം. അപ്പൊ സിരികളിലേക്ക് വരുന്നോ? യെസ്. എങ്ങനെയാണ് ശ്രീവിദ്യയുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ എല്ലാവർക്കും വേദിക്കായിട്ട്? ഞാൻ ആദ്യമായിട്ട് ശ്രീവിദ്യനെ കാണുന്നത് പറഞ്ഞ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം സെറ്റിൽ ആവണം, കറക്റ്റായിട്ടൊരു എന്താ പറയുക പാർട്ട്ണറെ കണ്ടെത്തണം എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. ഒരു വെള്ള ചുരിദാറ്, അതായത് വൈറ്റ് കളർ ചുരിദാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ലവ് ഫസ്റ്റ് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ അതെ. അപ്പോൾ അന്ന് തന്നെ ഞാൻ മനസ്സിലിങ്ങനെ പുള്ളിക്കാരി സിംഗിളായിരിക്കണം, ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലേക്ക് അടുത്ത് അല്ലെങ്കിൽ കേരളത്തിനടുത്ത് തന്നെ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ച് ചെല്ലുമ്പോൾ പിന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ സംസാരിച്ചു തുടങ്ങി. പ്രപ്പോസ് ചെയ്യുന്നു, പ്രപ്പോസ് ചെയ്ത് മാസങ്ങൾ എല്ലാവർക്കും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമ്മ ഒരു നാടൻ അല്ലേ, നാടൻ ചിന്തിക്കും അങ്ങനെ ആ വഴിക്കുന്നു പ്രപ്പോസ് ചെയ്ത് ഇഷ്ടപ്പെടുന്നു. അത് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീവിദ്യ എങ്ങനെയാണ് വരനെ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ചോദിക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലേ? കാരണം റിലേഷൻഷിപ്പും അതോടൊപ്പം തന്നെ അത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വ്യൂസും ഒക്കെ ഭയങ്കര വിഷസും ഒക്കെയാണ് ഈ കഴിഞ്ഞ വെഡിങ്ങിനാണെങ്കിലും മറ്റുള്ള സെലിബ്രേഷൻസിനും ഒക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് രാഹുലിനെ തന്നെ സെലക്ട് ചെയ്യാം എന്ന് തോന്നിയൊരു മോമെന്റ്, ഇതാണ് എന്റെ ചെക്കൻ എന്ന് തോന്നിയൊരു മോമെന്റ് ഉണ്ടല്ലോ, അതൊന്ന് പറയോ? അത് ആക്ച്വലി അശ്വിൻ ചേട്ടാ, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഒച്ച. അപ്പം പിന്നെ ഞാൻ ആദ്യം ആക്ച്വലി കണ്ടു, നമ്മൾ സംസാരിച്ചു. ഞങ്ങളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം സിനിമയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിലാവാൻ ബേസിക് റീസണും മെയിൻ റീസണും സിനിമയാണ്. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്ന് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു തന്നു, അതിനെ ഉൾവിളി തന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കൊച്ചു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. If you are enjoying, please put your hands together for a beautiful couple. Yes, thank you so much. അതോടൊപ്പം തന്നെ നമ്മുടെ ഗസ്റ്റുകൾക്കായിട്ടുള്ള ഫോട്ടോ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫോട്ടോസ് എടുക്കാനുള്ളവർക്കും അതോടൊപ്പം തന്നെ വിഷസ് അറിയിക്കാനുള്ളവർക്കും ആൻഡ് ഗിഫ്റ്റ് ഷെയർ ചെയ്യാനുള്ളവർക്കും ഒക്കെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ്.
We are kindly welcoming all of you to the beautiful photo.